ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചവ്വരി കൊണ്ടുള്ള ഒരു ഹൽവയാണ്. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചവ്വരി 1/2 കപ്പ്, 1/4 കപ്പ് ശർക്കര, 1/4 പകുതി പഞ്ചസാര, അല്പം കാഷ്യൂ, പിന്നെ അല്പം ഏലക്കായ. ഈ ചവ്വരി 1/2 കപ്പ് ചവ്വരി നമ്മൾ 1 കപ്പ് വെള്ളത്തിലിട്ടിട്ട് 5 മണിക്കൂർ കഴിഞ്ഞതാണ്. നമുക്ക് ഇതിനെ എത്രയും പെട്ടെന്നൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് ചവ്വരി ഇപ്പോൾ നമ്മൾ നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാചകം തുടങ്ങാം. ഒരു കാര്യം കൂടി, പാചകം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് നന്നായി വറുത്ത് വയ്ക്കാം. അതുപോലെ ഏലക്കായ ഒരല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചും വയ്ക്കാം. അപ്പോൾ ഡിയേഴ്സ്, ഇതാണ് നമ്മുടെ ചവ്വരി കുതിർത്തരച്ചതും ശർക്കരപ്പൊടിയും ബാക്കിയുണ്ടായിരുന്ന 1/4 കപ്പ് വെള്ളവും, അതായത് ചവ്വരി കുതിരായിട്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന വെള്ളം, അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാനിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല, എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു ഷൈനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് ഇളക്കേണ്ടത്. ഒരു 3-3.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആദ്യം എന്തായാലും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇളക്കാം. ഇതിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ നെയ്യ് ഒഴിച്ച് ഇളക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അളന്ന് വെച്ച ആ 1/4 കപ്പിൻ്റെ പകുതിയുള്ള പഞ്ചസാരയില്ലേ, അതിട്ട് കൊടുത്തൊന്ന് ഇളക്കാം. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. മൊത്തത്തിലൊരു 3-3.5 ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു സ്റ്റേജ് എത്തി. ഇപ്പോൾ ഇത് ഏകദേശം ആയി എന്നാണ് അർത്ഥം. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഏലക്കായ പൊടി ചേർക്കാം. ഞാൻ പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ്, അത് കുറച്ച് ചേർക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ചേർക്കാം. ഇനി നന്നായി ഇളക്കാം. എന്നിട്ട് നമുക്കിതിനൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിവിടെ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ ചവ്വരി ഹൽവ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കൊരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഗ്ലാസി ടൈപ്പാണ്, ട്രാൻസ്പാരൻ്റ് ആയിട്ട്. പിന്നെ വളരെ സോഫ്റ്റാണിത്, സ്കൂപ്പി ടൈപ്പാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മുറുക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ അതിനെക്കാട്ടി ഇത് സ്കൂപ്പി ആയിരിക്കണത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതിനിപ്പോൾ ഇളം മധുരമാണ്. നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത കാരണം കൂടുതൽ മധുരം ഇട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു മടുപ്പ് ഉളവാക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായം അറിയിക്കുക. നന്ദി, നമസ്കാരം.